ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആഗ്രാക്കോട്ട വിശേഷങ്ങളുടെ 3-ാം വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് ജ്യോതാബായിയുടെ ബെഡ്റൂം. ഇതിനകത്ത് ജ്യോതാബായി ഒരു അമ്പലമൊക്കെ സെറ്റ് ചെയ്തിരുന്നു, പുള്ളിക്കാരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് അമ്പലം പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അത് പിന്നീട് ഔറംഗസേബ് തൻ്റെ ഭരണകാലത്ത് അതൊക്കെ പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു. ഇതിനെപ്പറ്റി ചില വിദഗ്ധരെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. പുള്ളിക്കാർ ഇവിടെ താമസിക്കാനുള്ള പുറപ്പാടാണ്. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും 3ാമത്തെ മകളായ റോഷനാര ബീഗത്തിൻ്റെ മുറിയാണിത്. ആഗ്ര കോട്ടയുടെ വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രം കാണാൻ പറ്റുന്നൊരു പ്രത്യേക കാഴ്ച ഇവിടെ നിന്ന് കാണാം. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയത്തിൻ്റെ പ്രതീകമായ താജ്മഹൽ. ഷാജഹാൻ്റെ അവസാന കാലങ്ങളിൽ ഔറംഗസേബ് ഹൗസ് അറസ്റ്റിൽ വെച്ചിരുന്ന മുറിയാണിത്. അതിൻ്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഷാജഹാൻ തൻ്റെ സ്മാരകമായി താജ്മഹലിനോട് സാദൃശ്യമുള്ള ഒരു ബ്ലാക്ക് കളർ ബിൽഡിങ് താജിന് ഓപ്പോസിറ്റായി യമുനയുടെ മറുകരയിൽ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് മുഗൾ സാമ്രാജ്യത്തിന് വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന ഔറംഗസേബിൻ്റെ ചിന്താഗതി കാരണമാണ് അങ്ങനെ ഒരു ഹൗസ് അറസ്റ്റ് ഉണ്ടായത്. പിന്നെ തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ആ താജ്മഹൽ കണ്ട് അങ്ങനെ ആ പ്രണയത്തിനും ആ ചിന്തയിലൊക്കെ മുഴുകി അങ്ങനെയാണ് ഷാജഹാൻ മരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഈ കഥകൾ കേൾക്കുകയും കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അച്ഛനൊരാഗ്രഹം, ഒരു റീൽസ് എടുക്കണമെന്ന്. പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ ഒളിച്ചും പാത്തും ക്യാമറമാൻ സത്യരാജിനോടൊപ്പം അശ്വതി ആനന്ദ്.